ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഓണം വീഡിയോസിലെ അടുത്ത വീഡിയോ ആണ്. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് പരിപ്പ്, ഇതൊരു 15 ഉണക്കമുളകുണ്ട്, 2 ടീസ്പൂൺ മല്ലി, കുറച്ച് കറിവേപ്പില എത്ര വേണോ, ഇതിപ്പോ 2 ഉതിർപ്പ് കറിവേപ്പിലയാണ്, അത് കുറച്ചുകൂടെ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. പരിപ്പിന് ഒരുപാട് വേവില്ല, അതുകൊണ്ട് 2 വിസിൽ അടിച്ചാൽ മതി. അപ്പൊ നമ്മള് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് പരിപ്പ് അടുപ്പയിലേക്ക് വെക്കാം. ഇപ്പൊ നമ്മള് വിസിലിട്ടാ വെച്ചേക്കുന്നത്. 2 വിസിൽ അടിച്ചു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക്, മല്ലിയൊക്കെ നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് ഇടാം. അതിന് നമ്മൾ മുളക് മുറിച്ചായിടുന്നത്, മുളക് വേഗം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിൽ സാമ്പാർ പൊടി ഒന്നും യൂസ് ചെയ്യില്ല. ഇങ്ങനെ നമ്മൾ മസാല ഉണ്ടാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു ടീസ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ ഇപ്പം വറക്കില്ല. ഈ മല്ലിയും മുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് കഴിഞ്ഞിട്ട് ഇതിടുള്ളൂ. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഈ ചീൻചട്ടി നമുക്ക് അടുപ്പയിലേക്ക് വെക്കാം. ഇനി ഇപ്പൊ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ പരിപ്പ് ഇവിടെ ഇരുന്ന് വേവുന്നുണ്ട്. ഫസ്റ്റ് വിസിൽ അടിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഇത് മസാല ഒന്ന് വറുത്തെടുക്കാം. ആ സമയത്തേക്ക് ഇപ്പൊ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കാണാം. ഇതിപ്പോ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ഓഫ് ചെയ്യാം. ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടോ? ചെറിയതായിട്ട് ആ മല്ലി ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ ഈ ഉലുവയും കൂടി ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിന്റെ പാകം എന്ന് പറയുന്നത് ഉലുവ നന്നായിട്ട് ചുമന്ന് വരണം, അതാണ് പാകം വരുന്നത്. അപ്പൊ അത് നോക്കി കരിഞ്ഞു പോകാതെ വറുക്കണം. ഇപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഉലുവ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് പാകം. ഈ പാകം ആവുമ്പോൾ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് തണുത്ത് കിട്ടണം. തണുത്തിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ പച്ചക്കറിയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് 2 ഉരുളക്കിഴങ്ങ്, ഇത് ഒരു വലിയ സവോള, പിന്നെ കുറച്ച് പച്ചമുളകുണ്ട്, പിന്നെ 2 ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു മുരിങ്ങയ്ക്ക, പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളിയും, പിന്നെ ഇതൊരു 5-6 വെണ്ടയ്ക്കയുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോ നമ്മുടെ പരിപ്പിന്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, ക്യാരറ്റ് ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ഇടത്തില്ല, കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ഇടില്ല. അപ്പൊ നമുക്ക് ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ നമ്മളിത് പൊടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ, കണ്ടോ? അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതി. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്, നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോ നമ്മുടെ കുക്കർ വിസിൽ അടിച്ചിട്ടുണ്ട്. 1 വിസിൽ അടിച്ചു. നമുക്ക് 1 വിസിലും കൂടെ അടിക്കാം, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ വെണ്ടയ്ക്ക ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കും. കാരണം ഇത് നമുക്ക് വെണ്ടയ്ക്ക് ഇവിടെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല. കുഴഞ്ഞു പോകുന്നത് ഇഷ്ടമുള്ളവര് നേരത്തെ നമ്മൾ പച്ചക്കറി ഇട്ട് വേവിച്ചില്ലേ, ആ കൂടെ തന്നെ ഇട്ട് വേവിക്കാം. നമുക്ക് അങ്ങനെ വേവിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്, കണ്ടോ?
നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മസാല. ആ മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വെണ്ടയ്ക്ക ഇട്ടല്ലല്ലോ വേവിക്കുന്നത്, അപ്പം സാമ്പാറിന് കൊഴുപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഴച്ച് വെക്കുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 2 വിസിൽ അടിച്ചിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗ്യാസ് നമുക്ക് കത്തിക്കാം. പുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമുക്ക് ഒന്ന് ഞരടി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കാം. കണ്ടോ, പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ മസാല കുഴച്ച് വെച്ച പാത്രം തന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയും മതി. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല ഇങ്ങനെ കട്ടയായിട്ട് കിടക്കാതെ നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പൊ കണ്ടോ, നമ്മുടെ വെണ്ടയ്ക്ക ഒരുപാട് കുഴയാതെ അതിനകത്ത് കിടക്കുന്നതാണോ, അങ്ങനെ കിടക്കുന്നതാണ് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. ചിലർക്ക് വെണ്ടയ്ക്ക നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറി വേവിച്ച കൂടെ തന്നെ ഇട്ട് വേവിക്കാം. ഇനി നമുക്ക് സാമ്പാറിന്റെ മെയിൻ ഐറ്റമായ കായം ഇടാം. ഇപ്പൊ കായപ്പൊടി നമുക്കൊരു 1/2 ടീസ്പൂണോളം കായപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്. കണ്ടോ, അതും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിട്ടാൽ മതി. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് താളിച്ചിടാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. ഉപ്പോ പുളിയോ എന്തെങ്കിലും ഉണ്ടോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് താളിച്ചിടാനുള്ളത് വെക്കാം. ഇതിലുള്ളത് കടുക്, 1 മുളകുണ്ട്, പിന്നെ നമുക്ക് കറിവേപ്പില. ഇത്രയാണ് നമ്മൾ താളിച്ചിടാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് കടുക് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് താളിച്ചിടാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ താളിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ കൊഴുപ്പ് കുറവൊന്നുമില്ല. നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് വേവിക്കാത്തതിൻ്റെതായ കൊഴുപ്പ് കുറവൊന്നുമില്ല. നല്ല കൊഴുപ്പുള്ള സാമ്പാർ തന്നെയാണ്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ഈസി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് സാമ്പാർ പൊടി ഒന്നും ഇടാത്ത സാമ്പാറാണ്. ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.